ജോബിന് പരിക്കേറ്റതിൽ ഇതാ വാദപ്രതിവാദം തീരുന്നേയില്ല. ഇപ്പോഴും ആ വിവാദം കത്തിപ്പടരുകയാണ്. മന്ത്രിയെ ആക്രമിച്ചെന്ന CPM വാദം പൊളിച്ചുകൊണ്ട് KSU ചില ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ്. മുഴുവൻ ദൃശ്യങ്ങൾ എന്ന പേരിലാണ് KSU നേതാക്കൾ ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. നമുക്ക് ആദ്യം അത് കാണാം. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 1632 കോയമ്പത്തൂർ മംഗളൂരു സെൻട്രൽ എക്സ്പ്രസ് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയം എത്തിച്ചേരുന്നതാണ്. ആരോഗ്യമന്ത്രിയുടെ അടുത്തേക്ക് എത്തിയില്ലെന്നും അവരുടെ ദേഹത്ത് തൊട്ടില്ലെന്നുമുള്ള KSU വാദങ്ങൾ ശരിവെക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. അതേസമയം KSU പ്രവർത്തകർ ആക്രമിച്ചുവെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. CPIM ആസൂത്രിതമായി മന്ത്രിയുടെ കഴുത്തിന് നേരെ ആക്രമണം ഉണ്ടായെന്ന് ആരോപിച്ച് MV ജയരാജൻ ചില ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. അതുകൂടി കാണാം. UDF നേതാക്കൾ പറയുന്നതാണ് നാടകമെന്നുള്ളതാണ് ഇത് തെളിയിക്കുന്നത്. ഞാൻ ഈ കാണിക്കുന്നത് കറുത്ത തുണി മന്ത്രിയുടെ വലതുഭാഗത്തെ കഴുത്തിൻ്റെ അടുക്ക് എത്തിയിരിക്കുക. ഇതാ കണ്ടല്ലോ, ഇതാ പോലീസിനും മന്ത്രിയുടെ അടുത്തും അത് ഒരു വെള്ള ഷർട്ടിട്ട ആളാണ് ഓടി വരുന്നത്. അപ്പം ഇതൊരു ആസൂത്രിതമായ പരിപാടിയാണ്. എൻട്രൻസിൽ വെച്ച് മന്ത്രിയെ കിട്ടിയില്ലെങ്കിൽ 3ാം പ്ലാറ്റ്ഫോമിൽ വെച്ച് മന്ത്രിയെ പിടിക്കണം. അർജുൻ കല്യാടാണ് ചേരുന്നത് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി. അർജുൻ, രണ്ട് ദൃശ്യങ്ങളും നമ്മൾ കണ്ടു. KSU പ്രവർത്തകർ പുറത്തുവിട്ട ദൃശ്യങ്ങൾ, CPM നേതാക്കൾ പുറത്തുവിട്ട ദൃശ്യങ്ങൾ. ഇതിലറിയേണ്ടത് ഈ കറുത്ത വസ്ത്രം അല്ലെങ്കിൽ കറുത്ത തുണി മന്ത്രിയുടെ പുറകുവശത്തു നിന്ന് മന്ത്രിയുടെ അടുത്ത് എത്തി എന്ന് പറയുന്ന ആ തുണിയുടെ ഭാഗം അത് ഗവൺമെന്റ് ഷർട്ടാണെന്ന് പറയുകയാണ് KSU. അല്ല, ആസൂത്രിതമായി ചെയ്ത കാര്യമാണ്, അതൊരു കരിങ്കൊടിയാണ് എന്നാണ് CPMന്റെ വാദം. ഇതിലേതാണ് ശരി എന്നാണ് നമ്മൾ വിലയിരുത്തേണ്ടത്? വിനീത, ഈ കരിങ്കൊടി പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാദപ്രതിവാദങ്ങൾ മുറുകുകയാണ്. ഏറ്റവും പ്രധാനമായി CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ ഇന്ന് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി മന്ത്രി വീണ ജോർജിനെ സന്ദർശിച്ച ശേഷം നടത്തിയിട്ടുള്ള പ്രതികരണം. ആ പ്രതികരണത്തിനിടയിലാണ് ഈ പറയുന്ന രീതിയിൽ KSU പ്രവർത്തകർ തന്നെയാണ് ആക്രമണം നടത്തിയത്. ആ KSU പ്രവർത്തകരുടെ കൈവശമുണ്ടായിരുന്ന കറുത്ത തുണി ചുരുട്ടിപ്പിടിച്ച കൈയുടെ മുഷ്ടി മന്ത്രിയുടെ നേരെ പതിക്കുന്നത് എന്ന രീതിയിൽ ഒരു വീഡിയോ ദൃശ്യം MV ജയരാജൻ കാണിച്ചത്. ആ വാർത്താ സമ്മേളനം കഴിഞ്ഞ് അതിൻ്റെ ദൃശ്യങ്ങൾ കൂടുതൽ പരിശോധിക്കുന്നതിനിടയിലാണ് KSU പ്രവർത്തകർ തന്നെ ആ MV ജയരാജൻ കാണിച്ചിട്ടുള്ള ആ വീഡിയോയുടെ പൂർണ്ണമായിട്ടുള്ള രൂപം പുറത്തുവിടുന്നത്. ആ ദൃശ്യത്തിൽ വ്യക്തമാകുന്നത് ഈ പ്രതിഷേധക്കാരും മന്ത്രിയും തമ്മിൽ മുഖാമുഖം നിൽക്കുന്നതിനിടയിൽ നടുവിൽ പോലീസ് ഉദ്യോഗസ്ഥർ, അതായത് 1 2 പോലീസ് ഉദ്യോഗസ്ഥരല്ല, ഏകദേശം ഒരു 7 8 അതിലധികമോ പോലീസ് ഉദ്യോഗസ്ഥർ അതിന് നടുവിലായി നിൽക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയും. അങ്ങനെയാണ് എങ്കിൽ, അതായത് KSU പുറത്തുവിട്ടിട്ടുള്ള ആ ദൃശ്യം അധികരിച്ച് സംസാരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഈ പ്രതിഷേധക്കാർ, അതായത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നും മന്ത്രിക്ക് നേരെ കരിങ്കൊടിയുമായി എത്തിയിട്ടുള്ള പ്രതിഷേധക്കാർ ഒരു കൈ അകലത്തിൽ, അതായത് മന്ത്രിയുമായി ഒരു കൈ അകലത്തിൽ എത്തിയിട്ടില്ല എന്നത് ആ ദൃശ്യപ്രകാരം ഉറപ്പാണ്. അപ്പോൾ സ്വാഭാവികമായും CPIM ഉയർത്തിയിട്ടുള്ള ആ വാദം പൊളിയുന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള വാദപ്രതിവാദങ്ങൾ വളരെ അതിരൂക്ഷമായ രീതിയിൽ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പോരുമുറുകുകയാണ് വിനീത. ശരി, ഏതായാലും ആ ദൃശ്യങ്ങളെ ചൊല്ലിയുള്ള വാദപ്രതിവാദങ്ങൾ അത് തുടരുക തന്നെയാണ്. അർജുൻ കല്യാട് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.